കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. 24 അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. കട്ടപ്പന നഗരസഭ കുടിവെള്ള പദ്ധതികളുടെ നിർവഹണം ഭൂഗർഭജല വകുപ്പിനെ ഏൽപ്പിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്നതിനുള്ള പദ്ധതി, നഗരസഭ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ലെഗസി ഡംപ് സൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി തുടങ്ങി നിരവധി അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചു. 27 അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഈ നമ്മളുടെ 25-26 വാർഷിക പദ്ധതി പ്രകാരം നമ്മൾ നേരത്തെ നമുക്ക് ഒരു ആൾക്ക് 40 ലക്ഷം രൂപ വെച്ച് ഒരു കൗൺസിലർക്ക് ഉണ്ടെന്നായിരുന്നു നമ്മൾ അറിയിച്ചിരുന്നത്. അത് ഇപ്പോൾ കുറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈഡ് ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വാർഡിലേക്ക് ഫണ്ടുകൾ വളരെ കുറവാണ് വരുന്നത്. നഗരസഭയുടെ ഭാഗമായ നത്തുകല്ലിൽ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം 22-ാം തീയതി 11 മണിക്ക് നടക്കും. 3 വെൽനസ് സെന്ററുകളാണ് കട്ടപ്പന നഗരസഭയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. 3 വെൽനസ് സെൻ്ററുകളാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ വള്ളക്കടവിൽ വെൽനസ് സെൻ്റർ ആരംഭിച്ചു. നത്തുകല്ല് വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം 22-ാം തീയതി 11 മണിക്ക് നടത്താൻ ഇന്ന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വളരെ കർശനമായി ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വാച്ച്മാനെ അടക്കം നിയമിക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി വരികയാണ്. ഗവൺമെൻറ് കുടിവെള്ള ക്ഷാമത്തിനെ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടില്ല. സർക്കുലറുകളൊന്നും ഉത്തരവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കല്യാണത്തണ്ട് പോലെയുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഉത്തരവുകൾ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിക്കുന്നതിന് ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ വാർഡിലും 41.50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ തുക വെട്ടിക്കുറച്ചതിനെതിരെ BJP കൗൺസിലർമാർ രംഗത്തെത്തി. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തുക വെട്ടിക്കുറച്ചത് ജനങ്ങളോട് കാണിച്ച അനീതിയാണെന്ന് കൗൺസിലർ തങ്കച്ചൻ പുരിയിടം ആരോപിച്ചു. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും സർക്കാരിൽ നിന്നാണെങ്കിലും ജനങ്ങളിൽ നിന്ന് മേടിക്കുന്ന ഒന്നിനും കുറവില്ല. കാരണം വീടുകാരം കൂട്ടുന്നുണ്ട്. ഇപ്പം ഹരിതകർമ്മ സേനയുടെ യൂസർഫീ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിനും എപ്പോഴും വെട്ടിക്കുറവുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ കൗൺസിലിൽ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ തിന്മയായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, ഈ ജനങ്ങളെ എപ്പോഴും മുഖാമുഖം കാണുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൗൺസിലർമാരും ഒക്കെയാണ്. MLA-മാരോ മന്ത്രിമാരോ ഒന്നും ഇവരെ MP-മാരോ ഒന്നും ഇവരെ മുഖാമുഖം കാണുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ളവരാണ് ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപെടുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇത്രയും ഫണ്ട് വെട്ടിക്കുറച്ചതിൽ വലിയ ദുഃഖവും സങ്കടവും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുക. ഇക്കാര്യം കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഭരണപക്ഷം മൗനം പാലിച്ചുവെന്നും ആരോപണമുണ്ട്.